ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ വീഡിയോ. ഞാൻ രചിത അരുൺകുമാർ. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പോഹയാണ്. ഗുജറാത്തിൽ ഉണ്ടാക്കണ, നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കണ പോലെ ഇവരുണ്ടാക്കണതാണ് ഈ പോഹ. ഉണ്ട് പോഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെളുത്തവല്. അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് ഒരു പോഹ, വെജിറ്റബിൾ പോഹ ഉണ്ടാക്കാം. ഇതാണ് പോഹ. അപ്പം ഞാനിത് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തി അരിപ്പയിലേക്ക് തന്നെ ഊറ്റി വെക്കാൻ പോകണം കേട്ടാ. കുതിർത്തി അരിപ്പയിൽ ഊറ്റാൻ വെച്ചേക്കണം. ഞാൻ ഓൾറെഡി ഇവിടെ ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ആവശ്യത്തിന് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഡ്രോപ്പ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് എന്ത് ഓയിൽ വേണമെങ്കിലും ഒഴിക്കാം. അപ്പോൾ ഓയിലൊക്കെ നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കുക, ജീരകം ഇട്ട് കൊടുക്കുക. ഇത് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ബട്ടാക്കിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഉരുളൻകിഴങ്ങ് ചെറുതാക്കി നുറുക്കിയിട്ട്, എന്നുവെച്ചാൽ അതിന് വേവ് കൂടുതലല്ല, അതാണ് ആദ്യം അത് ഇട്ട് കൊടുക്കണത് കേട്ടാ. ഇനി കുറച്ച് കപ്പലണ്ടിയും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടാ. ചെയ്യേണ്ടത് ഒണിയൻ കട്ട് ചെയ്തത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു 4 പച്ചമുളക് ഞാൻ ചെറുതാക്കി അരിഞ്ഞതാണ്, അതും കൂടി ഇട്ട് കൊടുക്കുക. ഇത് നന്നായി മിക്സ് ചെയ്യണം. കത്തിയും ആഡ് ചെയ്ത് കൊടുക്കുക, കറിവേപ്പില കേട്ടാ. ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം. കുറച്ച് ഷുഗറും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ 1 സ്പൂൺ ഷുഗർ ഇടുന്നുണ്ട്. 1/4 സ്പൂൺ ഹൽദി പൗഡർ, അതായത് മഞ്ഞപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാവരും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഫ്രണ്ട്സ്, നമ്മുടെ അത് ഓൾറെഡി റെഡിയായി. അപ്പം നമുക്ക് ഇനി ഇതിൽ നോക്കേണ്ടത് ഉരുളൻകിഴങ്ങ് എന്തോന്ന് നോക്കണം കേട്ടോ. ഉരുളൻകിഴങ്ങ് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വെളുത്ത പൗവ ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കുതിർത്തി വെച്ച ആ അവല് വെളുത്ത അവല് കണ്ടതാണ്, ഒന്നിനോടൊന്ന് തൊടാണ്ട് ഇങ്ങനെ ഇരിക്കണം. അപ്പം ഞാൻ ഇനിയിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോണം കേട്ടോ. എന്നിട്ട് ഇതെല്ലാവരും കൂടി നമുക്ക് നന്നായി മിക്സ് ചെയ്യണം. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതൊക്കെ 2 ടീസ്പൂൺ ഗരം പാനി ചൂടുവെള്ളം ഞാൻ ഇതിങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് ഇതിനെ ഒന്ന് അടച്ചു വെക്കും. എന്നിട്ട് 1 മിനിറ്റ് കഴിയുമ്പോൾ ഇതെടുക്കും. റെഡിയായി ഓൾമോസ്റ്റ്. അപ്പോഴത്തേക്ക് 1 ടീസ്പൂൺ ചെറുനാരങ്ങയുടെ നീര് മുകളിലേക്ക് ഇടാം. നമുക്ക് നല്ലോണം തന്നെ മല്ലിയുടെ ഇലയും ഇങ്ങനെ വിതറിയിട്ട് നമുക്ക് സെർവ് ചെയ്യാം കേട്ടാ. റെഡിയായി. സേവ് എന്ന് പറയും, നോർത്ത് ഇന്ത്യയിൽ കിട്ടണതാണ്. അപ്പം അത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വിതറിയിട്ടാണ് ഇവിടെയുള്ള ആൾക്കാർ കഴിക്കാട്ടോ. അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഞാൻ വെജിറ്റബിൾ പാവ എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ ഇതിൽ ബട്ടാക്ക മാത്രമേ ഇട്ടിട്ടുള്ളൂ. നിങ്ങളെല്ലാവരും ഇട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇട്ട് ഉണ്ടാക്കുക. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി.